السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ, പ്രേം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഹദീസിൻ്റെ ആധികാരികതയെ സംബന്ധിച്ച് ഓറിയന്റലിസ്റ്റ് ആരോപണങ്ങൾക്ക്, ഓറിയന്റലിസ്റ്റിൻ്റെ വാദങ്ങൾക്കുള്ള മുസ്ലിം സ്കോളേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടികളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ കടന്നു പോവുക. ആദ്യമായിട്ട് ഗോൾസിയർ, ഇപ്പോൾ പരാമർശിക്കപ്പെട്ട ഗോൾസിയർ, അദ്ദേഹമാണ് ഈ ഹദീസ് ഒതൻസിറ്റിയെ സംബന്ധിച്ച് ആദ്യമായിട്ട് അതിനെതിരെ വാദങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ആരോപണങ്ങളും ഉന്നയിക്കുന്നത്, സംശയം ജനിപ്പിക്കുന്നത് ഈ ഗോൾസിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദങ്ങളും അതിന് മുസ്ലിം സ്കോളേഴ്സ് കൊടുത്ത മറുപടികളെ കുറിച്ച് ആദ്യം ചർച്ച ചെയ്യും. രണ്ടാമത് അദ്ദേഹത്തിന് ശേഷം വന്ന ജോസഫ് ഷാഫ്റ്റ്, അദ്ദേഹം ഇതിനേക്കാൾ ഈ ഗോൾസിയറിൻ്റെ വാദങ്ങളെക്കാൾ തീവ്രമായി കൂടുതലായി ഹദീസിനെ വിമർശിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അയാളുടെ വാദങ്ങൾക്കുള്ള മറുപടികളും പിന്നീട് നമ്മൾ അനലൈസ് ചെയ്യും. അങ്ങനെ ഒടുവിൽ മൊത്തത്തിൽ ഓറിയന്റലിസ്റ്റിന്റെ ഒരു വാദങ്ങളെയും കൂടി നമ്മൾ അതിനെയും കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കും. ഈ രണ്ട് ഓറിയന്റലിസ്റ്റുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെയും നമുക്ക് കൃത്യമായ ഒരു ധാരണ കിട്ടും. ഓറിയന്റലിസ്റ്റുകൾ എത്ര ശ്രദ്ധിച്ചിട്ടും അവർ ഒരുപാട് ഹദീസുകളെ അവർ ആരോപണങ്ങൾക്ക് വിധേയമാക്കുന്നുണ്ട്. എന്നാൽ ഈ രണ്ടുപേരുടെയും ആരോപണങ്ങൾ കഴിഞ്ഞാൽ തന്നെ അവർ രണ്ടുപേരും തന്നെ ഹദീസിനെ എത്രത്തോളം സംശയമുനയിൽ നിർത്താൻ പറ്റുമോ, ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റിയ ആ രീതിയിൽ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രണ്ടാളുകളെ കുറിച്ച് തന്നെ അവരുടെ വാദങ്ങളെ നമ്മൾ പരിചയപ്പെടുമ്പോൾ തന്നെ അതിനുള്ള മറുപടികൾ നമ്മൾ കണ്ടെത്തുമ്പോൾ തന്നെ ഏകദേശം ഓറിയന്റലിസ്റ്റുകളുടെ എല്ലാ വാദങ്ങളെയും കവർ ചെയ്യുന്ന രൂപത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഗോൾസിയറിന്റെ വാദങ്ങളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, ഗോൾസിയർ തന്റെ മെയിൻ വാദം എന്ന് പറയുന്നത് അത് മദ്നി ബേസ്ഡ് ക്രിറ്റിസിസം എന്നുള്ളതാണ്. അതായത് മദ്നിനെയാണ് ഗോൾസിയർ വിമർശിക്കേണ്ടത്. മദ്നിനെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാദം മുന്നോട്ട് പോകുന്നത്. അതിന് അദ്ദേഹം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരുപാട് ആർഗ്യുമെന്റുകൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനെ നാം ഒന്ന് നോക്കുമ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത്, ഈ പൊളിറ്റിക്കൽ അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള ഒരുപാട് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് ഹദീസുകൾ പിന്നീട് ഫോർജറി ചെയ്യപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ റസൂലുള്ളാഹി തങ്ങളുടെ ഒറിജിനൽ വാക്കുകളായിരുന്നില്ല ഹദീസുകൾ എന്നാണ് ഇയാള് പറയുന്നത്. അതിന് അദ്ദേഹം ഉന്നയിക്കുന്ന ഒന്നാമത്തെ വാദം എന്ന് പറയുന്നത്, അമവി ഭരണാധികാരികൾ അവര് ഭൗതികമായ സുഖങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിച്ച ആളുകളായിരുന്നു. അതായത് ദീനിനോട് ഒരു വേണ്ടത്ര കമ്മിറ്റ്മെന്റ് നൽകാത്ത ആളുകളായിരുന്നു എന്നുള്ളതാണ് ആദ്യം ഗോൾസിയർ വാദം ഉന്നയിക്കുന്നത്. പിന്നീട് ഇതൊക്കെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ദിറാസത്തുൻ ഇസ്ലാമിയ, അതുപോലെ തന്നെ അൽ അഖീദത്തു വശരിയത്തു ഫിൽ ഇസ്ലാം എന്ന രണ്ട് പുസ്തകങ്ങൾ, അതായത് അദ്ദേഹത്തിന്റെ വർക്ക് അതിന്റെ ഒറിജിൻ ഹംഗറി ഭാഷയിലാണ്, പിന്നീട് അറബിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതാണെന്ന് അർത്ഥം. അപ്പോൾ ഈ രണ്ട് പുസ്തകത്തിലാണ് അദ്ദേഹത്തിന്റെ വാദങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഒന്നാമത്തെ വാദം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ദീനിനോട് എതിരാകുമ്പോൾ സ്വാഭാവികമായിട്ടും അക്കാലത്തുള്ള പണ്ഡിതന്മാർ അവര് പ്രതികരിക്കും. അവർക്ക് ഇവരുമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒരു ക്ലാഷ് ഉണ്ടാവും, അവർക്ക് ഇവരോട് അത്ര താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ ഉണ്ടായ സമയത്ത് ഈ പണ്ഡിതന്മാരെ കുറിച്ച് ഗോൾസിയർ പരിചയപ്പെടുത്തുന്നത് അൽ ഉലമാ ഉൽ അത്ഖിയ, അതായത് തഖ്വയുള്ള ഭയഭക്തിയുള്ള വല്ലാത്ത മുഖ്ലിസീങ്ങളായ പണ്ഡിതന്മാരാണെന്ന് ആണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ പണ്ഡിതന്മാർ എന്താക്കുകയാണ്, ഈ അമവി ഭരണാധികാരികളെ നേരായ വഴി നടത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ എന്താക്കുകയാണ്, ഹദീസുകളെ ജമ്മു ചെയ്യാൻ, അവരെ ദീനിലേക്ക് അടുപ്പിക്കുന്ന ഹദീസുകളെ ജമ്മു ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിക്കുന്നു. പക്ഷെ ഇവർക്ക് ഇത് ഹദീസുകളെ കുറിച്ച് നോക്കുമ്പോൾ അവരുടെ ഈ ഭരണാധികാരികളെ ദീനിലേക്ക് വഴി നടത്താൻ, അവരെ ദീനിലേക്ക് അടുപ്പിക്കാൻ പറ്റുന്ന, അവരുടെ മനസ്സിനെ തഹസീർ ചെയ്യുന്ന ഹദീസുകൾ കാണാൻ പറ്റുന്നില്ല. അവരുടെ ഹൃദയത്തിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ഹദീസുകൾ കാണാൻ പറ്റുന്നില്ല. അതായത്
അത്തർഹീബ് അത്തർഹീബ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനത്തെ ഹദീസുകൾ കാണാൻ പറ്റാത്ത പക്ഷെ ഇവരെന്താക്കുകയാണ്, ഹദീസുകൾ ഫോർജ് ചെയ്യുകയാണ് എന്നാണ് ഇയാൾ വാദിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഹദീസുകളെ ഇവര് ഫോർജ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഉലമാ ഉൽ അത്ഖിയ എന്ന് ഗോൾസിയർ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പോലും ഇവരുടെ മനസ്സിലുള്ള, ഗോൾസിയറിന്റെ വാദപ്രകാരം ഇവരുടെ മനസ്സിൽ ഇത് ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ഭരണാധികാരികൾ മോശമായ സമയത്ത് അവരെ നേരായ വഴിയിലേക്ക് വഴി നടത്തണം, ആ ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്ന ഒരു നിയത്തോടുകൂടെ, നല്ലൊരു നിയത്തിലാണ് നമ്മൾ ചെയ്യുന്നത് എന്ന ഒരു നിയത്തോടുകൂടിയാണ് അവർ ചെയ്യുന്നത് എന്നാണ് അവർ മനസ്സിലാക്കുന്നത് എന്നാണ് ഗോൾസിയറിന്റെ വാദം. അപ്പോ ഇവരെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഹദീസുകൾ വധ ചെയ്യാൻ തുടങ്ങി. ആദ്യമായിട്ട് ഈ അഹ്ലുബൈത്തിനെ കുറിച്ച് അവരെ വധ ചെയ്യുന്ന ഹദീസുകളാണ് അവർ വധ ഫോർജ് ചെയ്തത്. കാരണം നമുക്കറിയാം മുആവിയ റളിയല്ലാഹു അലി റളിയല്ലാഹു തമ്മിലുള്ള ക്ലാഷ് ഉണ്ടായതിനു ശേഷമാണ്, അതിനെ തുടർന്നാണ് അമവി ഭരണകൂടം ഉണ്ടാകുന്നത്. അപ്പോൾ അഹ്ലുബൈത്തിനെ മദ്ഹ് ചെയ്തുകൊണ്ടുള്ള ഹദീസുകൾ ഉണ്ടാക്കുന്നു. അപ്പോ ഈ ഹദീസുകളെ ഇവർ വധ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അമവി ഭരണാധികാരികൾ അവരുടെ അടുത്തുണ്ടായിരുന്ന, അവരുടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് പണ്ഡിതന്മാർ, അതിന് അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു ശിഹാബ് സുഹരി തങ്ങളെ പോലുള്ള പണ്ഡിതന്മാരെ ഇവരും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരും എന്താക്കുകയാണ്, ഇവരുടെ പർപ്പസുകൾ അനുസരിച്ച് ഹദീസുകളെ വധ ചെയ്യാൻ ഇവരും ആരംഭിക്കുന്നു എന്നാണ് ഗോൾസിയർ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണ് ഹദീസുകൾ ഉണ്ടായിത്തീർന്നത് എന്നാണ് ഗോൾസിയർ കൺക്ലൂഡ് ചെയ്യുന്നത്. അഥവാ റസൂലുള്ളാഹിന്റെ ഒറിജിനൽ വാക്കുകളായിരുന്നില്ല ഹദീസുകൾ, മറിച്ച് പിൽക്കാലത്ത് ഓരോരുത്തരുടെയും, പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പിന്നീട് രൂപപ്പെട്ടു വന്നത് എന്നാണ് ഗോൾസിയറിന്റെ വാദപ്രകാരം ഹദീസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിന് കൃത്യവും വ്യക്തവുമായിട്ടുള്ള മറുപടികളായിട്ട് മുസ്തഫ സബായി രംഗത്ത് വരുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, അസ്സുന്നത്തു വമകാനത്തുഹാ ഫി തശ്രീഇൽ ഇസ്ലാം എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ വാദങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരികയും അതിന് കൃത്യവും വ്യക്തവുമായ മറുപടികൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഇവരുടെ വാദം എന്ന് പറഞ്ഞാൽ അമവി ഭരണാധികാരികൾ എന്തായിരുന്നു, ഇവരുടെ ഈ ഭൗതികമായ സുഖങ്ങളിൽ താല്പര്യം കാണിച്ച ആളുകളായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ വാദം. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അമവി ഭരണാധികാരികളിൽ ഒരുപാട് ആൾക്കാരെ ഈ ഗോൾസിയർ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ അമവി ഭരണാധികാരികളുടെ ചരിത്രം അത് രേഖപ്പെടുത്തി വെക്കപ്പെട്ടത് എപ്പോഴാണ്? അബ്ബാസി, നമ്മളിപ്പോൾ അവലംബിക്കുന്ന ഒരുപാട് അവരുടെ കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കപ്പെട്ടത് അബ്ബാസി ഭരണകാലത്താണ്. സ്വാഭാവികമായിട്ടും അബ്ബാസികളും അമവികളും നല്ല നിലയിൽ പോകുന്നവരല്ല, അവര് പരസ്പരം പൊരുത്തപ്പെട്ടു പോകുന്നവരല്ലല്ലോ, ശത്രുതാപരമായി ഒരു സമീപനം സ്വീകരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ അബ്ബാസികൾ ഒരുപാട് അമവി ഭരണാധികാരികളെ കുറിച്ച് മോശമായി എഴുതി തീർത്തതാണ് എന്നാണ് ഈ നമ്മുടെ മുസ്തഫ സബായി ആദ്യമായി പറഞ്ഞു വെക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഗോൾസിയർ ക്രിറ്റിസൈസ് ചെയ്യുന്ന ചില ഭരണാധികാരികളുണ്ട്. അതിൽ പ്രധാനിയാണ് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന് പറയുന്ന ഭരണാധികാരി. അദ്ദേഹത്തെ കുറിച്ച് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ അബ്ദുൽ മലിക് ഇബ്നു മർവാനെ കുറിച്ച് ഇബ്നു സഅദ് എന്നവരുടെ തബഖാത്തിൽ കാണാൻ പറ്റും. അദ്ദേഹം വലിയ മുഖ്ലിസ് ആയിരുന്നു, അദ്ദേഹം വലിയ വറഇന്റെയും തഖ്വയുടെയും ആളായിരുന്നു എന്നുവരെ കാണുന്നുണ്ട്. അഥവാ ഇദ്ദേഹത്തെ കുറിച്ച് ഹമാമത്തുൽ മസ്ജിദ്, പള്ളിയോട് വളരെ അടുത്ത് നിൽക്കുന്ന വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഹമാമത്തുൽ മസ്ജിദ് എന്ന് പോലും ഇദ്ദേഹത്തെ കുറിച്ച് ലഖബ് പറയപ്പെട്ടിട്ടുണ്ട് എന്ന് പോലും അദ്ദേഹം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ തങ്ങളോട് ചോദിക്കേണ്ടായി, സ്വഹാബാക്കളൊക്കെ വഫാത്താകാൻ പോവുകയാണല്ലോ, വഫാത്തായല്ലോ, ഇനി നമ്മൾ ആരോടാണ് കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഈ അബ്ദുൽ മലിക് ഇബ്നു മർവാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇദ്ദേഹത്തോട് ചോദിച്ചോ നിങ്ങൾ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ടും അദ്ദേഹത്തിന്റെ കിതാബുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ അത്രയും മുഖ്ലിസായ, വറഇന്റെയും തഖ്വയുടെയും പര്യായമായ ഒരു ആളാണ് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന് നമ്മുടെ മുസ്തഫ സബായി അവിടെ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോ ഇത് അതുപോലെ തന്നെയാണ് പിന്നീട് വന്ന അബ്ദുൽ മലിക് ഇബ്നു മർവാന്റെ മക്കളായ വലീദ് ഇബ്നു അബ്ദുൽ മലിക് ആണെങ്കിൽ പിന്നീട് വന്ന ഭരണാധികാരികളൊക്കെ. ഇതിൽ നിന്ന് ഒരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ യസീദ് ഇബ്നു മുആവിയാണ്. അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഇസ്ലാമിക ലോകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ദീനിനെതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹത്തെ കുറിച്ച് പോലും ഗോൾസിയർ വളരെ ശക്തമായി വിമർശിക്കുന്നുണ്ട്. അതായത് ഇദ്ദേഹം ഖുർആനിനെ പിച്ച് ചീന്തിയിട്ടുണ്ടായിരുന്നു, ഖുർആൻ എറിഞ്ഞു കളഞ്ഞ് പിച്ച് ചീന്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ തീർച്ചയായും പിന്നീട് കളവ്
ഉണ്ടാക്കി തീർത്തതാണെന്ന് മുസ്തഫ സവായി എന്താക്കുന്നുണ്ട്, സ്ഥാപിക്കുന്നുണ്ട്. അപ്പോ ഇതായിരുന്നു ഇവരുടെ ഒന്നാമത്തെ വാദം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വാദം, ഈ പണ്ഡിതന്മാർക്ക് ഇവരോട് യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് രണ്ടാമത്തെ വാദത്തിനുള്ള മറുപടിയാണ്. അതായത് അക്കാലത്തെ പണ്ഡിതന്മാരെ ഇവരെ ദീനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി പിന്നീട് വധ ചെയ്യാൻ ആലോചിക്കുന്ന ഒരു രംഗം. അങ്ങനെ വധ ചെയ്യാൻ തുടങ്ങിയവര് അവരുടെ മനസ്സിലാണെങ്കിൽ ഇത് നല്ല ഒരു കാര്യമാണെന്നുള്ള ഒരു ബോധ്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോ പ്രത്യേകിച്ച് ഗോൾസിയർ പറയുന്നത് മദീനയിലെ പണ്ഡിതന്മാരെ ഫോക്കസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് മദീനയിലെ പണ്ഡിതന്മാരാണ് കൂടുതൽ വധ ചെയ്യാൻ തുടങ്ങിയത് എന്നാണ്, ആ നിലയിലാണ് ഇവര് സംസാരിക്കുന്നത്. മദീനയിലെ പണ്ഡിതന്മാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയാനുള്ള ഒരു കാരണമുണ്ട്. കാരണം സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാൻ ഒരു പണ്ഡിതൻ, അപ്പോ അവര് ഈ അബ്ദുൽ മലിക് ബിൻ മർവാനായിട്ട്, അമവി ഭരണാധികാരിയായിട്ടുള്ള അബ്ദുൽ മലിക് ബിൻ മർവാനുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചില കാരണങ്ങൾ കൊണ്ട് ചില പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഒറ്റപ്പെട്ട സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇയാൾ മൊത്തം ജനറലൈസ് ചെയ്ത് പറയുന്നത് എന്ത്, മദീനയിലെ പണ്ഡിതന്മാർ മുഴുവനും എന്താണ് ഇവർക്കെതിരാണ് എന്ന ഒരു തീരുമാനത്തിലേക്ക്, ഒരു നിഗമനത്തിലേക്ക് ഇയാള് അങ്ങനെയാണ് എത്തിച്ചേരുന്നത്. അങ്ങനെ അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം വീക്കാണ് ഈ ഗോൾസിയറിന്റെ ഈ ഒരു പ്രൂഫ് എന്ന് പറയുന്നത്, ഈ ഒരു തെളിവ് എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ചാൽ തന്നെ, അതായത് മദീനയിലെ പണ്ഡിതന്മാർ, ഈ ഉലമാ ഉൽ അത്ഖിയ, ഇവര് ഇങ്ങനെ ഒരു ഫോർജറി നടത്തിയാൽ തന്നെ ബാക്കി ഒരുപാട് സ്ഥലങ്ങളിൽ, മക്കയിൽ, ഷാമിൽ, കൂഫ, മിസ്ർ, അതുപോലെ തന്നെ യമനിൽ ഒരുപാട് പണ്ഡിതന്മാർ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവരൊക്കെയും ഈ ഒരു ഇദ്ദേഹത്തിന്റെ വാദപ്രകാരം ഇവരൊക്കെയും ഈ ഇതിനോട് യോജിച്ചിട്ടുണ്ടോ, ഇവരൊക്കെ സപ്പോർട്ടാണോ എന്നാണ് ചോദിക്കുന്നത് മുസ്തഫ സബായി. അപ്പോ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഫറൻസിൽ എല്ലാവരും ഒത്തുകൂടിയിട്ട് എന്താക്കിയാണ്, എല്ലാവരും ഒത്തുകൂടി നമുക്ക് ഇനി മുതൽ വധ ചെയ്യൽ ആരംഭിക്കാം എന്ന ഒരു തീരുമാനത്തിൽ എത്തിക്കുകയാണോ? അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല, അത് ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുമില്ല. ഇനി അങ്ങനെയല്ലെങ്കിൽ ഇവര് പിന്നെ എന്തുകൊണ്ട് ഇവര് വധ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇവർ മൗനം പാലിച്ചു എന്നുള്ള ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ മദീനയിലെ പണ്ഡിതന്മാർ അവരുടെ റിവായത്തുകളെ, അവരുടെ ഹദീസുകൾ ഇവർ വ്യാപകമായി ഈ ഷാമിലും കൂഫയിലും ഇസ്രയിലും ഒക്കെ പണ്ഡിതന്മാർ, മക്കയിലുള്ള പണ്ഡിതന്മാർ വ്യാപകമായിട്ട് നക്കൽ ചെയ്യുന്നുമുണ്ട്. അതുമാത്രവുമല്ല, ഇവര് ഈ മക്കയിലെ പണ്ഡിതന്മാർ അവരൊക്കെയും എല്ലാ സ്ഥലങ്ങളിലെ പണ്ഡിതന്മാരൊക്കെയും മദീനയിലെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഹിജാസിലെ ഹദീസാണ് അസഹുൽ ഹദീസ് അല്ലെങ്കിൽ അസഹു റിവായാത്ത് എന്ന ഒരു അഭിപ്രായത്തിൽ ഏകോപിച്ചവരുമാണ് എന്നുകൂടി നാം മനസ്സിലാക്കുമ്പോൾ ഈ വാദം തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്ന ഒരു നിഗമനത്തിലേക്ക്, എന്നൊരു അഭിപ്രായത്തിലേക്ക് ഈ നമ്മുടെ മുസ്തഫ സബായി എത്തിച്ചേരുകയാണ്. അപ്പോ ഇനി അമവികൾ ഹദീസുകൾ വധ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരു അമവികൾ വധ ഹദീസ് ചെയ്യാനുള്ള കാരണമായിട്ട് പറയുന്നത് എന്താണ്, അവർക്ക് ഗോൾസിയർ ഒക്കെ പറയുന്നത് അവർക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് മുസ്തഫ ആസമി തന്റെ പുസ്തകത്തിൽ ചോദിക്കുന്നുണ്ട്. സ്റ്റഡീസ് ഇൻ ഏർലി ഹദീസ് ട്രഡീഷൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ, ഏർലി ഹദീസ് ലിറ്ററേച്ചർ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന് കൂടുതൽ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്നു എന്ന് വെച്ചുകൊണ്ട് അതിനെ അവര് ഫോർജ് ചെയ്തതാണെന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ എത്ര വീക്കാണ്, ആ എവിഡൻസ് എത്രത്തോളം വീക്കാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് അവരുടെ ആ ഗോൾസിയറിന്റെ വാദം തന്നെ പൂർണ്ണമല്ല എന്ന് പറയുന്നുണ്ട്. കാരണം അവര് പൊളിറ്റിക്കൽ, ഈ ഗവൺമെന്റ്, ഈ അമവി ഭരണാധികാരികൾ ഉണ്ടാക്കിയതാണെന്ന് തെളിയിക്കുന്ന ഒരു സ്ട്രോങ് എവിഡൻസ് ഇവർ തെളിയിച്ചിട്ടില്ല, അവർ കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല തെളിയിക്കാനും സാധ്യമല്ല എന്ന രീതിയിലാണ് മുസ്തഫ ആസമി മുന്നോട്ട് പോകുന്നത്. അപ്പോ ഇതിലൂടെ നമുക്ക് എന്താകാൻ പറ്റും, ഗോൾസിയറിന്റെ വാദങ്ങൾ തീർത്തും എന്താണ്, അദ്ദേഹത്തിന്റെ വാദങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതവും, എന്നാൽ അദ്ദേഹം ഓരോ കാര്യങ്ങളിൽ അദ്ദേഹം തെളിവായി ഉദ്ദേശിച്ചത് തീർത്തും എന്താണ്, ലിമിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലാണ്. അതിനെ മൊത്തത്തിൽ ജനറലൈസ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ഈ ലിമിറ്റഡ് ആയ കാര്യത്തെ തന്നെയാണെങ്കിലും ഇതിൽ പോലും കൃത്യമായ ഒരു തെളിവോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു തെളിവോ ഇദ്ദേഹത്തിന് ഇല്ല എന്ന് മാത്രമല്ല, അതും കൂടി അദ്ദേഹം ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സമർത്ഥിക്കാനാണ് ശ്രമിച്ചത് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ഷാഖ്തിന്റെ അഭിപ്രായത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഇയാളുടെ മെയിൻ ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത് മുസ്തഫ ആസമിയൊക്കെ ഇയാളെ ശക്തമായി വിമർശിക്കുന്നുണ്ട്. കാരണം ഇയാളെ വാദിക്കുന്നത്, ഇയാളുടെ ഓരോ ആരോപണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്താണ്, ലിമിറ്റഡ് സോഴ്സിൽ നിന്നാണ്.
രണ്ട് പുസ്തകങ്ങളാണ് ഇദ്ദേഹം ഈ ഹദീസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പുസ്തകങ്ങൾ മാത്രമേ അയാള് ഉപയോഗിച്ചിട്ടുള്ളൂ. ഏതെല്ലാം? മുവത്തയും അതുപോലെ തന്നെ റിസാലയും, ഷാഫി ഇമാമിന്റെ റിസാലയും. ഈ രണ്ട് പുസ്തകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് എൻ്റെ ഹദീസ് ട്രഡീഷനെ ഇദ്ദേഹം എന്താകുന്നത്, ഈ ഷാഹത്ത് വിലയിരുത്തുന്നത് എന്നാണ് മുസ്തഫ അസമി പറയുന്നത്. അതിൽ തന്നെ എന്താണ്, ഇത് തീർത്തും മിസ്ലീഡിംഗ് ആണ്, അതുപോലെ തന്നെ തെറ്റിദ്ധാരണ ജനിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്തു കൂട്ടിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഷാഫത്തിന്റെ മറ്റൊരു തിയറിയാണ് ആർഗ്യുമെന്റോ സൈലന്റോ എന്ന് പറയുന്ന ഒരു തിയറി. അതായത് ഒരു സ്കോളർ ഒരു ഹദീസിനെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പൂർണ്ണമായ കംപ്ലീറ്റ് ഇസ്നാദിനെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, പിന്നെ ആ ഹദീസ് എന്താണ്, ഫോർജഡ് ആണ്, അല്ലെങ്കിൽ ആ ഫുൾ ഇസ്നാദ്, ആ കംപ്ലീറ്റ് ഇസ്നാദ് പിന്നീട് ഉണ്ടാക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് ഈ ഷാഫത്തിന്റെ വാദം. അതിന് മുസ്തഫ അസമി പറയുന്നത് അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചില ഹദീസുകൾ, എല്ലാ ഹദീസുകളും പണ്ഡിതന്മാർ ഓരോ നിയമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹദീസ് കൊണ്ടുവരണമെന്നില്ല. അതുപോലെ തന്നെ ഇസ്നാദും ഫുൾ കംപ്ലീറ്റ് ഇസ്നാദും കൊണ്ടുവരണമെന്നില്ല. ഒരു ഹദീസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കംപ്ലീറ്റ് ഇസ്നാദ് കൊണ്ടുവരണമെന്നില്ല. കാരണം പലതും ഉണ്ടാവും. ഉദാഹരണത്തിന് ഷാഫി ഇമാമിന്റെ റിസാലയില് ഒരു ഹദീസ് പറയുന്നുണ്ട്, അതിന് ഫുള്ള് കംപ്ലീറ്റ് ഇസ്നാദ് പറയുന്നില്ല. അതിന് കാരണമായിട്ട് ഷാഫി ഇമാം തന്നെ ആ കിതാബിൽ പറയുന്നത് പറഞ്ഞാല്, എന്റെ അടുക്കൽ വേറൊരു കിതാബിൽ ഇതിന് പൂർണ്ണമായ സനദുണ്ട്, പക്ഷെ ഇപ്പോൾ ആ സനദിലേക്ക് എനിക്ക് ആക്സസ് ഇല്ല, ഇപ്പൊ എന്റെ കയ്യിൽ ആ കിതാബില്ല, എന്റെ അടുത്ത് ആ കിതാബില്ല, അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ഇസ്നാദ് പറയുന്നില്ല എന്ന് ഷാഫി ഇമാം പറയുന്നതായിട്ടും റിസാലയിൽ പറയുന്നുണ്ട്. അതിലൂടെ മുസ്തഫ അസമി പറയുന്നത്, എല്ലാ ഹദീസുകളെ പറയുമ്പോൾ, അതായത് ഒരു ലീഗൽ ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ എല്ലാത്തിനും പണ്ഡിതന്മാർ ഹദീസിനെ പറയണമെന്നില്ല. ഇനി ഹദീസിനെ പറയുമ്പോൾ തന്നെ കംപ്ലീറ്റ് ഇസ്നാദ് പറയണമെന്നില്ല. അത് ഫോർജഡ് ആയത് കാരണത്താൽ ആയിരിക്കണമെന്നില്ല. മറിച്ച് എന്താണ്, അതിന് പല കാരണങ്ങളുണ്ടാവും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല കാരണങ്ങളുണ്ടാവും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഓരോ വാദങ്ങൾ നാം കൃത്യമായി വിലയിരുത്തുമ്പോൾ ഇതൊക്കെ ഓരോ ഊഹാപോഹങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓരോ സോഴ്സുകളിൽ നിന്ന് ലിമിറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അത് ജനറലൈസ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.